മഹാരാജാസ് കോളേജ് നാളെ തുറക്കും. വിദ്യാർത്ഥി പ്രതിനിധികളുമായുള്ള ചർച്ചയിൽ തീരുമാനമായെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഷാജില ബീവി പറഞ്ഞു. കോളേജിൽ സുരക്ഷ ഉറപ്പാക്കും. 6 മണിക്ക് കോളേജ് ഗേറ്റ് അടയ്ക്കുമെന്നും അതിനുശേഷം വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ തുടരാൻ അനുവദിക്കില്ലെന്നും ഷാജില ബീവി പറഞ്ഞു. കോളേജിലെ നിലവിലുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ മീറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ കോളേജ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. 6 മണിക്ക് തന്നെ നമ്മൾ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മുൻ പ്രിൻസിപ്പൽ കോളേജിലേക്ക് 5 സെക്യൂരിറ്റിമാരെ നിയമിക്കുന്നതിനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിലേക്ക് ഡയറക്ടറിലേക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ഉടൻ തന്നെ അതിനുള്ള മറുപടി ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മുറയ്ക്ക് ഉടൻ തന്നെ സെക്യൂരിറ്റികളെ നിയമിക്കുന്നതായിരിക്കും. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേതൻ ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്ന്. ചേതൻ, നിലവിൽ ഈ കേസിൽ ഈ ക്യാമ്പസിൽ മഹാരാജാസ് ക്യാമ്പസിനെ കലുഷിതമാക്കിയത് KSU ഫ്രറ്റേണിറ്റി പ്രവർത്തകരാണ്. ഒരു SFI പ്രവർത്തകനെ കുത്തിയതിനെ തുടർന്നുണ്ടായ ഉടലെടുത്ത ഒരു സംഘർഷം വലിയ തരത്തിൽ ആ ക്യാമ്പസിനെ കലാപകലുഷിതമാക്കാൻ KSUവും ഫ്രറ്റേണിറ്റിയും എടുത്ത നിലപാടാണ് ഈ പ്രശ്നത്തിലേക്ക് നയിച്ചത് എന്ന് വളരെ നേരത്തെ തന്നെ ബോധ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ വിദ്യാർത്ഥി പ്രതിനിധികളുമായുള്ള ചർച്ചയിൽ പ്രത്യേകിച്ച് SFI എടുത്ത നിലപാടുകൾ കൂടി കൊണ്ട് തന്നെയാണ് നിലവിൽ ഈ കോളേജ് തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ കോളേജ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന നിയന്ത്രണങ്ങൾ, ക്രമീകരണങ്ങൾ എന്നത് ഇപ്പോൾ പ്രിൻസിപ്പൽ ഇൻചാർജ് പറഞ്ഞിരിക്കുന്നത്? അത് തന്നെയാണ് പറയേണ്ടത്. എറണാകുളം മഹാരാജാസ് കോളേജ് വീണ്ടും മുന്നോടിയായി ചേർന്ന വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗത്തിലാണ് നാളെ ക്ലാസുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഈ സർവകക്ഷി യോഗത്തിൽ മറ്റൊരു തീരുമാനം, അതായത് വൈകിട്ട് 6 മണിക്ക് ശേഷം വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ തുടരാൻ പാടില്ല, ക്യാമ്പസിൽ നിന്ന് വെളിയിൽ പോകണം. സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തിയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. കോളേജിലുണ്ടായ സംഭവങ്ങൾ സർക്കാർ ഗൗരവമായാണ് കാണുന്നതെന്നും പ്രശ്നപരിഹാരത്തിനായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുമെന്നും ഇന്ന് മന്ത്രി R. ബിന്ദു കൊച്ചിയിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, മഹാരാജാസ് കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറി കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചത്. ക്ലാസുകൾ പുനരാരംഭിക്കാനാണ് ഇന്ന് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ സർവകക്ഷി യോഗം വിളിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ PTA ജനറൽ ബോഡി യോഗം ചേർന്നിരുന്നു. സർവകക്ഷി യോഗത്തിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുമെന്നും മന്ത്രി R. ബിന്ദു ഇന്നലെ പറഞ്ഞിരുന്നു. ക്യാമ്പസിലുണ്ടായ വിദ്യാർത്ഥി പ്രതിനിധികളുമായുള്ള ചർച്ചയിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. നിലവിൽ ഈ KSUവും ഫ്രറ്റേണിറ്റിയും അടക്കമുള്ള സംഘടനകളുടെ വലിയ തരത്തിലുള്ള അതിക്രമം ക്യാമ്പസിൽ അവസാനിപ്പിക്കാൻ എന്തെങ്കിലും നടപടികൾ ഇപ്പോൾ കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? അതായത് കോളേജിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ നിലവിൽ ഇപ്പോൾ ക്യാമ്പസുകളിൽ സെക്യൂരിറ്റി ജീവനക്കാരില്ല. ഈ സർക്കാരിന് വേണ്ടി ക്യാമ്പസിൽ 5 സർക്കാർ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കാൻ വേണ്ടി സർക്കാരിന് കത്ത് നൽകിയിട്ടാണ് കോളേജ്. നിലവിലുള്ള സുരക്ഷാ ജീവനക്കാർക്ക് പുറമെയാണ് 5 പേരെ കൂടി ഇവിടെ നിയമിക്കാൻ പോകുന്നത്. അല്ല, നിലവിൽ സുരക്ഷാ ജീവനക്കാരില്ല. പുതുതായി 5 ജീവനക്കാർ കൂടി നിയമിക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി സർക്കാരിന് കത്ത് സമർപ്പിക്കുകയാണ്. ഇതിന്റെ ഫോളോ അപ്പ് നടപടികൾ ചെയ്തു വരികയാണ് എന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ ഇൻചാർജ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കൊച്ചി ACP ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് വിദ്യാർത്ഥികളുടെ സർവകക്ഷി സംഘം ചേർന്നത്. കേസുമായി ബന്ധപ്പെട്ട് കണ്ടാല 18ഓളം വിദ്യാർത്ഥികളുടെ കേസുണ്ട്. ഇതിൽ ഒരു അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. 8ാം പ്രതി മുഹമ്മദ് ഇൻജിലാലിന്റെ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റു പേരുടെ അറസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഫ്രറ്റേണിറ്റി KSU സംയുക്തമായാണ് SFI യൂണിറ്റ് സെക്രട്ടറി കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇതിൽ 7ാം പ്രതിയായിരിക്കുന്ന അമൽ ടോമി KSUവിന്റെ മണ്ഡലം സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ശരി, അതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ പേർ ഈ SFI യൂണിറ്റ് സെക്രട്ടറിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ KSU ഫ്രറ്റേണിറ്റി പ്രവർത്തകർ കൂടുതൽ പേർ കൂടി അറസ്റ്റിലാകാനുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ചേതൻ സാജൻ കൊച്ചിയിൽ നിന്നും നൽകിയത്.